ഹായ് പ്യാരെ വെച്ചോ വളരെ വേഗത്തിൽ 5 മാർക്ക് നമുക്ക് നേടിയാലോ. യെസ്, എന്താണ് നമ്മുടെ ചോദ്യം? നോക്കൂ മക്കളെ, സൂചന ചിത്രക്കെ അനുസാർ വാക്യ ലിഖേ. സൂചന തന്നിട്ടുണ്ട്, ആ സൂചന നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? വാക്യങ്ങൾ ഉണ്ടാക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കൂ, പല ചിത്രങ്ങൾ നമുക്ക് കാണാം. മനോഹരമായിട്ട് ആ ഒരു പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെ. ആദ്യത്തെ ചിത്രം നോക്കൂ, ചിത്രം ഒന്നെന്താ, ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കട്ടെ അല്ലെ. ഇനി രണ്ടാമത് നോക്കേ, ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ആ ബോൾ ഉപയോഗിച്ച് കളിക്കുന്നുണ്ട്. കളിക്കട്ടെ. ഇനി മൂന്നാമത്തെ പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇരിക്കുന്നുണ്ട് അല്ലെ. നാലാമത്തെ ചിത്രം എന്താ? ഇരിക്കുന്നുണ്ട്. പിന്നെ അഞ്ചാമത്തെ ചിത്രം സുഖമായിട്ട് പുതച്ച് കിടന്നുറങ്ങുന്നുണ്ട്. നല്ല മഴയൊക്കെ ആയിരിക്കും, അതുകൊണ്ടാവും അല്ലെ. അങ്ങനെ പുതച്ച് ഉറങ്ങട്ടെ. ഇനി നമുക്ക് നോക്കൂ, ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കേൽത്തി ഹേ, അതേപോലെ ഗാത്തി ഹേ, ദൗഡ്തി ഹേ, സോത്തി ഹേ, അതേപോലെ ബൈഠ്തി ഹേ. അപ്പൊ ഇതെന്താന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കി, ലഡ്കി എന്ന് പറഞ്ഞിട്ട് ഡാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലഡ്കി എന്ന് അവിടെ ആയല്ലോ, ഇനി ഡാഷിന്റെ അവിടെ പൂരിപ്പിക്കേണ്ടെന്നാണോ? അല്ല. അപ്പൊ ലഡ്കി എന്താണ് അതിൽ ചെയ്യുന്നത്? ആ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഖാത്തി ഹേ. കണ്ടോ, സിമ്പിൾ ആയിട്ട് നമ്മളത് പൂരിപ്പിച്ചത് കണ്ടോ. അപ്പൊ അത് നമുക്ക് സെറ്റായി. ഇനി അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യുക? ലഡ്കി എന്ന് എഴുതുന്നു. ആ ലഡ്കി എന്താ ചെയ്യുന്ന പരിപാടി? കളിക്കുകയാണ്. അപ്പൊ കളിക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ കേൽത്തി ഹേ അല്ലെ. കണ്ടോ, കേൽത്തി ഹേ. അപ്പൊ അതിന്റെ മാർക്കും നമുക്ക് എന്തായി? സെറ്റായി. ഇനി മൂന്നാമത്തെ പരിപാടി എന്താ? പെൺകുട്ടിക്ക് ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ നടന്നു പോകണേന് നമ്മൾ എന്താ പറയുന്നത്? ആ നടന്നല്ല, ഓടിയിട്ടാണ് പോകുന്നത് ഓപ്ഷനില്. അപ്പൊ എന്ത് പറയും? ദൗഡ്തി ഹേ അല്ലെ, ദൗഡ്തി ഹേ. അങ്ങനെ മാത്രം എഴുതിയാൽ മതിയോ? ആരാ നടന്നു പോകുന്നത്? പെൺകുട്ടിയാണ്. അപ്പൊ അവിടെ മുന്നിൽ ആര് വരണം? ലഡ്കി എന്ന് വരണം. അതും സെറ്റായില്ലേ. ഇനി നാലാമത് ഇരിക്കുക. നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് പോലെ ഇരുന്നിട്ടാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? ലഡ്കി എന്താ ചെയ്യുന്നത്? ലഡ്കി ബൈഠ്തി ഹേ. കണ്ടോ. അപ്പൊ അതും നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി അഞ്ചാമതായിട്ട് ആ കുട്ടി പൊതച്ചു ഉറങ്ങട്ടെ അങ്ങോട്ട് അല്ലേ. പരീക്ഷയ്ക്ക് ഉറങ്ങാൻ പറയണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ലഡ്കി എന്താ പറയുന്നത്? സോത്തി ഹേ. അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതും നമ്മൾ സെറ്റാക്കി. ഇത്തരത്തിൽ നമ്മൾ 5 ഐഡന്റിഫൈ ചെയ്താൽ 5 മാർക്ക് നമുക്ക് കിട്ടും. വളരെ വേഗത്തിൽ 5 മാർക്ക് നേരുന്നത് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.